വെൽക്കം ഡേ സ്റ്റുഡൻസ്. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിലോ പാർട്ട് എയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന തിയറി ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് 23 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എന്തായാലും 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവറായിട്ട് പാർട്ട് എയിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്തിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്? നമ്മൾ ഇൻകം ടാക്സ് എന്താന്നൊക്കെ പഠിച്ചതാണ് അല്ലേ. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. കളക്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ഹെഡ്സ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഏതൊക്കെയാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, അതുപോലെ തന്നെ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഈ 4 ഹെഡിലും വരാത്തതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നമ്മൾ എഴുതാറ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റാവുന്നതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ടോട്ടൽ ഇൻകം. എന്തിനാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C to 80U വരെയുള്ള എല്ലാ ഐറ്റംസ് ഡിഡക്ട് ചെയ്താൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് ടോട്ടൽ ഇൻകം. അപ്പൊ ടോട്ടൽ ഇൻകം മീൻസ് ദ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ദ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഫ്രം ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം. ഒന്നുകൂടി വായിക്കാം. ടോട്ടൽ ഇൻകം മീൻസ് ദ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ദ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഫ്രം ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇൻകം ടാക്സ് വിൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദിസ് ടോട്ടൽ ഇൻകം. ഇൻകം ടാക്സ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഏതുമയാണ്? ടോട്ടൽ ഇൻകത്തുമെയാണ് നമ്മൾ സാധാരണ എന്ത് കൊടുക്കുക? ഇൻകം ടാക്സ് കൊടുക്കുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പ്രീവിയസ് ഇയർ. ഇൻകം ടാക്സിന് എന്തിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ടുമുന്നുള്ള ഫിനാൻഷ്യൽ ഇയറിനെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. അപ്പൊ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യാം? പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി അസസ്മെന്റ് ഇയർ. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി അസസ്മെന്റ് ഇയർ സ്റ്റാർട്ടിംഗ് ഫ്രം 1st April to 31st March. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇയർ ഓഫ് 12 months. 12 monthsന്റെ ഒരു ഇയർ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നോട്ടാണ്? 1st April തൊട്ട് 31st March വരെയാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months സ്റ്റാർട്ടിംഗ് ഫ്രം 1st April to 31st March. നമ്മൾ ഇൻകം ടാക്സ് പർപ്പസസിന് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് പർപ്പസിന് പ്രീവിയസ് ഇയർ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം? ദ ടേം പ്രീവിയസ് ഇയർ ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഈസ് ചാർജ് ഓൺ ദ ടോട്ടൽ ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് ഇൻകം ടാക്സ് നമ്മൾ സാധാരണയായിട്ട് ചാർജ് ചെയ്യാറ്. അപ്പൊ ദ ടേം പ്രീവിയസ് ഇയർ ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഈസ് ചാർജ് ഓൺ ദി ടോട്ടൽ ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. കറന്റ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഏതാണ്? 1st April 2020 to 31st March 2021. അപ്പൊ നമ്മള് പ്രീവിയസ് ഇയർ എന്താന്നുള്ളത് പഠിക്കുക. അത് ഇത്തിരി ഷോർട്ട് ആൻസറിലും എഴുതാവുന്ന ഒരു വിധത്തിലാണ് നമ്മൾ പറയുന്നത് ഇവിടെ കേട്ടോ. ജസ്റ്റ് ഒന്നുകൂടി വൺസ് മോറിൽ റിപ്പീറ്റ് ചെയ്യാം. പ്രീവിയസ് ഇയർ മീൻസ് ദി ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months സ്റ്റാർട്ടിംഗ് ഫ്രം 1st April to 31st March. The term previous year is important because income tax is charged on the total income earned during the previous year. Current previous year means 1st April 2020 to 31st March 2021.
ഇനി നമ്മൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ എന്നാണോ, ഇപ്പൊ സാധാരണ കേസിൽ പ്രീവിയസ് ഇയർ 1 ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അയാള് ഒരു ഓഗസ്റ്റ് ആയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ അയാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ ഓഗസ്റ്റ് 1 ആണെങ്കിൽ പുതിയ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ 1 ഓഗസ്റ്റ് തൊട്ട് 31 മാർച്ച് വരെയുള്ള കാലാവധിയാണ് നമ്മളവിടെ പ്രീവിയസ് ഇയർ ആയിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. In the case of a newly set up business or profession or any other new source of income during the financial year, the previous year start from the date of setting up of the new business or profession. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The case of a newly set up business or profession, the previous year start from the date of setting up of the new business or profession. എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണോ പുതിയ പ്രൊഫഷൻ ആരംഭിക്കുന്നത് അന്ന് തൊട്ട് ആൻഡ് എൻഡിങ് ഓൺ ദ 31 മാർച്ച് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയറിലെ 31 മാർച്ച് വരെയാണ് അതിന്റെ എൻഡ് വരുന്നത്. അപ്പൊ 1 ഏപ്രിലിന് പകരം എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ടാണ് അവരുടെ ഏത് ഇയർ ആരംഭിക്കുക, പ്രീവിയസ് ഇയർ ആരംഭിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ ഈസ് എ പീരീഡ് ഓഫ് 12 months സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഏപ്രിൽ ടു എൻഡ് ചെയ്യുന്നത് എന്നാണ് 31 മാർച്ച് ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അപ്പൊ നോക്കാം. അസസ്മെന്റ് ഇയർ മീൻസ് എ പീരീഡ് ഓഫ് 12 months കമൻസിംഗ് ഓൺ ദി, അതായത് സ്റ്റാർട്ട് ഓൺ ദി 1st day of April every year and ending on the 31st March of the next year. ഇനി അസസ്മെന്റ് ഇയറിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് അസസ്മെന്റ് ഈസ് മെയ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഇയറിലാണ്? അസസ്മെന്റ് ഇയറിലാണ്. അത് റേറ്റ് അനുസരിച്ച്, അസസ്മെന്റ് ഇയറിലെ റേറ്റ് അനുസരിച്ചാണ് നമ്മളത് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരാം. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് അസസ്മെന്റ് ഈസ് മെയ്ഡ്, കാൽക്കുലേഷൻ ഈസ് മെയ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ. ഇനി എന്നാണ് കറന്റ് അസസ്മെന്റ് ഇയർ ആയിട്ട് നമ്മളിവിടെ എഴുതേണ്ടത്? കറന്റ് അസസ്മെന്റ് ഇയർ ഈസ് 1st April 2021 to 31st March 2022. ഇപ്പൊ കറന്റ് അസസ്മെന്റ് ഇയറും പഠിക്കുക, കറന്റ് പ്രീവിയസ് ഇയറും പഠിക്കുക. കറന്റ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 1st April 2020 to 31st March 2021. Then current assessment year is 1st April 2021 to 31st March 2022. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോയിങ് ടേംസ്. നമുക്കവിടെ കുറച്ച് ടേംസുകൾ തന്നേക്കാണ്. ആ ടേംസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാണ്. നമുക്ക് തന്നിരിക്കുന്നത് പേഴ്സൺ, SSC, CBDT, ഡീംഡ് SSC. അപ്പൊ ആദ്യത്തെ നോക്കാം നമുക്ക്. പേഴ്സൺ. സെക്ഷൻ 231. ദ ടാക്സ് ഈസ് പേയബിൾ ബൈ എ പേഴ്സൺ. അതായത് ടാക്സ് കൊടുക്കുന്നത് എപ്പോഴും ആരാണ്? പേഴ്സൺ ആണ് അല്ലേ. ഇനി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നമ്മൾ പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുക? പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ആൻ ഇൻഡിവിജ്വൽ. ഒന്നാമത്തെ നമ്മൾക്ക് ആരൊക്കെ ട്രീറ്റ് ചെയ്യാം? പേഴ്സൺ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. സെക്കൻഡ് വൺ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണ്. തേർഡ് വൺ എ കമ്പനി. ഫോർത്ത് വൺ എ ഫേം. ദെൻ നെക്സ്റ്റ് വൺ an association of persons. Next one a local authority. Then അടുത്തത് every artificial judicial persons, യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ അടക്കം എഴുതാം. സെക്ഷൻ 231. ടാക്സ് ഈസ് പേയബിൾ ബൈ എ പേഴ്സൺ. പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്: an individual, a Hindu undivided family, a company, a firm, an association of persons, a local authority, every artificial judicial person. അപ്പൊ ഡിഫൈൻ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചോദിക്കാറുള്ളതാണ്. ഇതുപോലെ ഷോർട്ട് നോട്ട് ടേംസുകൾ തന്നിട്ടും ചോദ്യം വരുന്നതാണ് കേട്ടോ. ഇനി അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് SSC. SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ SSC എന്ന് ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുക? SSC മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് or any other sum of money like interest or penalty under the Income Tax Act. Income Tax Act പ്രകാരം ആരാണോ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അതുപോലെ എന്തെങ്കിലും ഐറ്റംസ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കൊടുക്കാനായിട്ട് ആരാണോ ബാധ്യസ്ഥരായിട്ട് വരുന്നത്, ലയബിളായിട്ട് വരുന്നത്,
അവർ ഓരോരുത്തർ പറയുന്ന പേരാണ് SSC. അപ്പൊ SSC എന്ന് പറഞ്ഞാൽ ആരാണ്? ഷോർട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. SSC മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു പേ ടാക്സ്. ഒന്നാമത്തെ കണ്ടീഷൻ, അവര് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ട് വരുന്നവരാണ്. ഓർ എനി അതർ സം ഓഫ് മണി ലൈക്ക് ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട്. അപ്പൊ SSC ആരാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്ന് നന്നായി ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോകുക കേട്ടോ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഡീംഡ് SSC. നമ്മള് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരായിട്ട് തീരാണ്? അവിടെ SSC ആയിട്ട് തീരുന്നു. അവരെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഡീംഡ് SSC ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഡീംഡ് SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ആസ് എൻ SSC ഫോർ സം അതർ പേഴ്സൺ ഓർ റെപ്രസെന്റേറ്റീവ് ഓഫ് സം അതർ പേഴ്സൺ ഈസ് കോൾഡ് ഡീംഡ് SSC. അതായത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മള് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് SSC ആവുകയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ SSC ആവുകയോ ചെയ്യുന്ന വ്യക്തികളെ പറയുന്ന പേരാണ് ഡീംഡ് SSC. എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ആസ് എൻ SSC ഫോർ സം അതർ പേഴ്സൺ ഓർ റെപ്രസെന്റേറ്റീവ് ഓഫ് സം അതർ പേഴ്സൺ ഈസ് കോൾഡ് ഡീംഡ് SSC. ഇനി എക്സാമ്പിൾ അടക്കം നമുക്ക് എഴുതാൻ പറ്റാവുന്നതാണ്. അവിടെ എക്സാമ്പിൾ ആയിട്ട് ഫോർ എക്സാമ്പിൾ പാരന്റ് ഇൻ റെസ്പെക്ട് ഓഫ് മൈനർ സൺ അല്ലെങ്കിൽ ഓർ ഡോട്ടർ. അതായത് മൈനർ ആയിട്ടുള്ള സണ്ണിനോ ഡോട്ടറിനോ ആരാണോ പാരന്റ്സ് അവര് റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ഡീംഡ് SSC ആയിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. അപ്പൊ നോക്കാം എക്സാമ്പിളില് എ പാരന്റ് ഇൻ റെസ്പെക്ട് ഓഫ് എ മൈനർ സൺ ഓർ ഡോട്ടർ. അല്ലെങ്കിൽ എന്തെഴുതാം? ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഇവരെയും ആരാക്കി ട്രീറ്റ് ചെയ്യും? നമ്മള് ഡീംഡ് SSC ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇനി അതിനകത്ത് വന്നിരിക്കുന്ന അടുത്ത ടേമാണ് CBDT. അത് നന്നായി പഠിച്ചിരിക്കാം. ചിലപ്പോൾ നമുക്കത് 4 മാർക്കിലും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തിനാണ് നമ്മൾ CBDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്? ആദ്യം തന്നെ അതിന്റെ ഫുൾ ഫോം നോക്കാം. നമ്മൾ എന്താണ് CBDT എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യാം? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. അപ്പൊ CBDT മീൻസ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. ഇനി എന്തൊക്കെ അതിനെ പറ്റി പറയാം നമുക്ക്? CBDT ഇസ് ദി അപ്പെക്സ് ബോഡി ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ അപ്പെക്സ് ബോഡി ആയിട്ടാണ് ആരെ ട്രീറ്റ് ചെയ്യാം? CBDTനെ ട്രീറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ദ സുപ്രീം അതോറിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ സുപ്രീം അതോറിറ്റിയും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് ആര് എന്നുള്ളത്? CBDT. ഇറ്റ് ഈസ് ദി സുപ്രീം അതോറിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഫംഗ്ഷൻ ആസ് എ പാർട്ട് ഓഫ് ദി ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ആസ് എ പാർട്ടായിട്ടാണ് ആര് ഫംഗ്ഷൻ ചെയ്യുന്നത്? CBDT ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് പെർഫോം വേരിയസ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്. ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ദ പവർ ടു ഇഷ്യൂ ഓർഡേഴ്സ് അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു ദ അതോറിറ്റീസ് ബിലോ. അതായത് CBDTക്ക് താഴെയുള്ള അവരുടെ ഇൻകം ടാക്സ് അതോറിറ്റീസിനൊക്കെ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ അവർ കൊടുക്കുന്നു. ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ടാക്സ് ലോസ്. ഇൻകം ടാക്സ് ലോസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓർഡേഴ്സ് അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവരുടെ താഴെയുള്ള അതോറിറ്റീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. വൺസ് മോർ റിപ്പീറ്റ് ചെയ്യാം. CBDT എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. It is the supreme authority and administrative head of the income tax department. It functions as a part of the finance ministry of government of India. It performs various statutory and administrative functions. It has the power to issue orders, instructions and directions to the authorities below for the administration of tax laws. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ CBDT. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഹു ഇസ് എ റെസിഡന്റ്. നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചിട്ടുണ്ട്. 3 ആയിട്ടാണ് നമ്മൾ അവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയാം. ആദ്യത്തെ നമ്മൾ റെസിഡന്റ്,
പിന്നെ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നെക്സ്റ്റ് നമ്മൾക്ക് നോൺ റെസിഡന്റ്. അപ്പൊ ആരെയാണ് നമ്മൾ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ബേസിക് കണ്ടീഷൻ ഉണ്ട് അവിടെ, അതുപോലെ തന്നെ 2 അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒന്നും അഡീഷണൽ കണ്ടീഷൻസ് 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് റെസിഡന്റ്. ആൻ ഇൻഡിവിജ്വൽ ഈസ് എ റെസിഡന്റ് ഇഫ് he satisfies any one of the basic condition and both the additional conditions. അപ്പൊ നോക്കാം, അതിൽ 2 ബേസിക് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ബേസിക് കണ്ടീഷൻ? അപ്പൊ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? കണ്ടീഷൻസ് നന്നായി നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ആരെയാണ് റെസിഡന്റ് എന്നും ആരെയാണ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്നും ആരെയാണ് നോൺ റെസിഡന്റ് എന്നും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ റെസിഡന്റ് ആരാന്ന് പഠിച്ചു നമ്മള്? 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നിനും 2 സബ്സിക്വന്റ് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിയാണ് റെസിഡന്റ്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിയാണ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യാത്ത വ്യക്തിയാണ് നോൺ റെസിഡന്റ്. അപ്പൊ റെസിഡന്റ്, an individual is a resident if he satisfy any one of the basic condition and both the additional condition. Basic condition ഫസ്റ്റത്തെ കണ്ടീഷൻ, he is in India for a period or periods amounting to all 182 days or more in the relevant previous year. relevant previous yearൽ 182 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ത്യയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ വരുന്നത്. he is in India for a period or periods amounting to all to 182 days or more in the relevant previous year. അതാണ് ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷനായിട്ട് വരുന്നത്. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ പ്രീവിയസ് ഇയറിൽ അയാള് 60 ഡേയ്സും വേണം, അതുപോലെ തന്നെ റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നുള്ള 4 വർഷങ്ങളിൽ 365 ഡേയ്സും ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷനായിട്ട് വരാം. he is in India for 60 days or more during the relevant previous year. previous yearൽ 60 days or moreും he has been in India for 365 days or more during the previous year immediately preceding the relevant previous year. ഇപ്പോൾ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നുള്ള 4 വർഷങ്ങളിൽ എത്ര ഡേയ്സും വേണം? 365 ഡേയ്സും വേണം. ഇപ്പൊ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? ഹീസ് ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ആൻഡ് ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദി 4 പ്രീവിയസ് ഇയേഴ്സ് പ്രിസീഡിംഗ് ദി റെലവന്റ് പ്രീവിയസ് ഇയർ. ഇനി നമ്മൾക്ക് കുറച്ച് എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 60 ഡേയ്സിന് പകരം ചില വ്യക്തികൾക്ക് അവിടെ 182 ഡേയ്സ് വേണം. അതായത് ഇപ്പൊ വിദേശത്ത് ജോലിക്ക് പോകുന്ന വ്യക്തികള്, അതുപോലെ തന്നെ നമ്മള് മെമ്പർ ഓഫ് ദി ക്രൂ ഷിപ്പ് ആയിരിക്കാം. ഇനി ഇന്ത്യൻ ഒറിജിൻ ഉള്ള വ്യക്തിയാണ്, ഇടയ്ക്ക് മാത്രമേ ഇങ്ങോട്ട് വിസിറ്റിന് വരുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സിന് പകരം എത്ര ഡേയ്സ് ആണ് വേണ്ടത്? 182 ഡേയ്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് അവിടെ വരുന്നത്. ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷൻസും അറിയണം അല്ലെ. അപ്പൊ ബേസിക് കണ്ടീഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ വ്യക്തി ആരായിട്ട് തീരുള്ളൂ? റെസിഡന്റ് ആയിട്ട് തീരുള്ളൂ. ഏതൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് സബ്സിക്വന്റ് കണ്ടീഷനായിട്ട് വരുന്നതെന്നുള്ളത് നോക്കാം. ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ് ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയർ പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. അതായത് റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നുള്ള 10 പ്രീവിയസ് ഇയേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഏതോ കണ്ടിന്യൂസ് വേണമെന്നില്ല, അതിനകത്ത് ആകെ കൂടി നോക്കുമ്പോൾ 2 വർഷം കിട്ടണം. 10 പ്രീവിയസ് ഇയേഴ്സിൽ ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നുള്ള 10 വർഷത്തിൽ 2 വർഷവും, അതുപോലെ ഹി ഹാസ് ബീൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ് ഇൻ ഓൾ ഡ്യൂറിംഗ് ദ 7 years പ്രിസീഡിംഗ് ദി റെലവന്റ് പ്രീവിയസ് ഇയർ. ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിന് തൊട്ടു മുന്നുള്ള 7 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയേഴ്സിൽ 730 ഡേയ്സും വേണം. ഒന്നുകൂടി പറയാം, അഡീഷണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സബ്സീക്വന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയേഴ്സ് പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. രണ്ടാമത്തെ സബ്സിക്വന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ്
in all during 7 years preceding the relevant previous year. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് അഗ്രികൾച്ചറൽ ഇൻകം. സെക്ഷൻ 2(1)(f) ഇൻകം ടാക്സ് ആക്ട് അഗ്രികൾച്ചർ ഇൻകം മീൻസ് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസസ്. അതായത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഭൂമിയായിരിക്കണം, അത് ഏത് പർപ്പസിന് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കണം, അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്നതായിരിക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും റെന്റ് കിട്ടിയാലും അതിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ കിട്ടിയാലും അതിനെ എന്താക്കി ട്രീറ്റ് ചെയ്യും, അഗ്രികൾച്ചറൽ ഇൻകം ആക്കി ട്രീറ്റ് ചെയ്യും. അപ്പൊ സെക്ഷൻ 2(1)(a) ഓഫ് ഇൻകം ടാക്സ് ആക്ട് അഗ്രികൾച്ചർ ഇൻകം മീൻസ് എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്, അതിന്റെ പ്രത്യേകത വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. രണ്ടാമത്തെ പോയിന്റിൽ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ്, അതായത് ആ ഭൂമിയിൽ നിന്ന് എന്ത് ഇൻകം കിട്ടിയാലും ഏതൊക്കെ വിധത്തിലാണ്, അവിടെ 3 പോയിന്റ്സ് പറയുന്നുണ്ട്, ഏതൊക്കെ വിധത്തിലാണ് ആ ഭൂമിയിൽ നിന്ന് ഇൻകം കിട്ടുന്നത്. ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, അഗ്രികൾച്ചർ കൃഷി ചെയ്തുകൊണ്ട്, ബൈ എനി പ്രോസസ് വിച്ച് റെൻഡർ ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദ മാർക്കറ്റ്, ബൈ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ്. അതായത് നമ്മൾ ആ ഭൂമിയിൽ എന്തെങ്കിലും ഐറ്റം പ്രൊഡ്യൂസ് ചെയ്ത് ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഫിറ്റ് ഫോർ ദ മാർക്കറ്റ് ബൈ കൾട്ടിവേറ്റർ, നമുക്ക് നേരിട്ട് മാർക്കറ്റിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഫർദർ പ്രോസസ്സിംഗ് വരുന്നില്ല, നമുക്ക് നേരിട്ട് മാർക്കറ്റിൽ പോയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിലും അതിനെന്താക്കി ട്രീറ്റ് ചെയ്യും, അഗ്രികൾച്ചർ ഇൻകം ആക്കി ട്രീറ്റ് ചെയ്യും. അതുപോലെ മൂന്നാമത്തെ പോയിന്റിൽ വരുന്നതാണ് സെയിൽ ഓഫ് സച്ച് പ്രൊഡക്ട്സ്, ആ ഇറ്റത്തിന്റെ സെയിൽ വഴിയായിട്ട്. അപ്പൊ ഈ 2 പോയിന്റും. ഇനി മൂന്നാമതൊരു പോയിന്റ് വരുന്നത് എനി ഇൻകം, അതായത് ആദ്യത്തെ എ, രണ്ടാമത്തെ ബി, ബിയിൽ തന്നെ 3 പോയിന്റ്, പിന്നെ സിയിൽ വരുന്നതാണ് എനി ഇൻകം ഫ്രം എ ഫാം ഹൗസ്, ഏതെങ്കിലും ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകവും ഏത് ഇൻകം ആക്കി ട്രീറ്റ് ചെയ്യും, അഗ്രികൾച്ചർ ഇൻകം ആക്കി ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി പറയാം. സെക്ഷൻ 2(1)(a) ഓഫ് ഇൻകം ടാക്സ് ആക്ട് അഗ്രികൾച്ചർ ഇൻകം മീൻസ് എ എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് which is situated in India and used for agriculture purposes. Second one, any income derived from such land. First, by agriculture operation, or second one, by any process which render the produce fit for the market by cultivator or receiver of rent in kind. അതിനകത്ത് തന്നെ ബിയിൽ വരുന്ന 3rd പോയിന്റ് ആണ് ബൈ ദ സെയിൽ ഓഫ് സച്ച് പ്രൊഡക്റ്റ്. മൂന്നാമത്തെ പോയിന്റില് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഫാം ഹൗസ്. ഇത്രയാണ് ഏത് ഇൻകം ആക്കി ട്രീറ്റ് ചെയ്യാം, അഗ്രികൾച്ചറൽ ഇൻകം ആക്കി ട്രീറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ സാലറി. സാലറി നമ്മളോട് വാട്ട് ഈസ് മെൻ ബൈ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെയ്താൽ മതി. അതായത് എന്ത് റെമ്യൂണറേഷൻ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടോ അയാളുടെ സർവീസിന് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെല്ലാം നമ്മൾ എന്താക്കി ട്രീറ്റ് ചെയ്യും, സാലറി ആക്കി ട്രീറ്റ് ചെയ്യും. സാലറി ഈസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. അയാൾ ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് എംപ്ലോയിക്ക് എന്ത് കൊടുക്കുന്നുണ്ടോ ആ റെമ്യൂണറേഷൻ എല്ലാം സാലറി ആക്കി നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇനി ഡെഫിനേഷൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനേഷൻ ഓഫ് സാലറി സെക്ഷൻ 17(1). As per section 17 subsection 1 of the Income Tax Act 1961, സാലറി ഇൻക്ലൂഡ്സ്, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ പ്രകാരം സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം ഏതിനെയൊക്കെ നമ്മൾ സാലറി ആക്കി ട്രീറ്റ് ചെയ്യാന്ന്. ഫസ്റ്റ് വൺ വേജസ്, സെക്കൻഡ് വൺ പെൻഷൻ, തേർഡ് വൺ എനി ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടുന്ന റിട്ടയർമെന്റ് ടൈമിൽ, എനി ഫീസ്, കമ്മീഷൻ, പെർക്വിസിറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ഓർ വേജസ്. എന്ത് ഫീസ് ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, എന്ത് അഡീഷണൽ ബെനിഫിറ്റ്, പെർക്വിസിറ്റ്സ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിക്കോട്ടെ, അതെല്ലാം എന്താക്കി ട്രീറ്റ് ചെയ്യാം, സാലറി ആക്കി നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുപോലെ എനി അഡ്വാൻസ് ഓഫ് സാലറി, അഡ്വാൻസ് സാലറി എന്തെങ്കിലും വന്നാൽ അതും സാലറി ആക്കി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എനി പേയ്മെന്റ് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പീരീഡ് ഓഫ് ലീവ് നോട്ട് അവൈൽഡ് ഓഫ് ബൈ ദി SSA. അതായത് നമ്മൾ ലീവ് എടുക്കാതെ കിടക്കുന്നുണ്ടാവും, അത് നമ്മൾ ഏൺ ചെയ്യും. ആ ഏൺ ചെയ്യുക, അപ്പൊ നോട്ട് അവൈൽഡ്, അതായത് ലീവ് നമ്മൾ എടുത്തിട്ടില്ല, അപ്പൊ അത് നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ
അതിന്റെ പേരിൽ എന്തെങ്കിലും നമുക്ക് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതും ഏതിൽ ഉൾപ്പെടുന്നതാണ്? സാലറിയിൽ ഉൾപ്പെടുന്നതാണ്. ട്രാൻസ്ഫേർഡ് ബാലൻസ് ഇൻ എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ടു ദ എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് ടാക്സബിൾ. ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് റെക്കഗ്നീഷൻ കിട്ടുമ്പോഴാണ് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയാം. അപ്പൊ ട്രാൻസ്ഫേർഡ് ബാലൻസ് ഇൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എത്രമാത്രമാണ് അവിടെ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരുന്നത്, ആ എമൗണ്ടും ഇതിൽ ഉൾപ്പെടും, സാലറിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. As per section 17(1) of the Income Tax Act 1961, salary includes the following: wages, any pension, any gratuity, any fees, commission, perquisites or profit in lieu of salary, any advance of salary, any payment received in respect of any period of leave not availed of by the SSC, transferred balance in a recognized provident fund to the extent it is taxable. ഇതെല്ലാം സാലറിയിലാണ്. വാട്ട് ഇസ് മെൻ ബൈ സാലറി എന്ന് ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. സാലറി ഈസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പെർക്വിസിറ്റ്സ്? എന്തിനെയാണ് പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്? അതായത് ഒരു ഓഫീസറിന്റെ അവിടുത്തെ ഓഫീസ് പൊസിഷൻ അനുസരിച്ച് അയാൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ അതിന് പറയുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. ഇറ്റ് മീൻസ് any emoluments, fees or profit attached to an office or position in addition to salaries or wages. എന്തിനു പുറമെയാണ് കിട്ടുന്നത്? സാലറീസിനും വേജസിനും പുറമെ കിട്ടുന്ന ഏതൊരു ഇമോൾമെന്റ്സിനെയും ഫീസിനെയും പ്രോഫിറ്റിനെയും പറയുന്ന പേരാണ് എന്തെന്ന് വെച്ചാൽ പെർക്വിസിറ്റ്സ്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ ഫെസിലിറ്റി ഗിവൺ ബൈ ദി എംപ്ലോയർ. അതൊന്നുകിൽ ബെനിഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസിലിറ്റീസ് വഴിയായിട്ടായിരിക്കാം. അത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ ഫെസിലിറ്റി ഗിവൺ ബൈ ദി എംപ്ലോയർ. ഇറ്റ് മേ ബി ഗിവൺ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. അത് ഏതൊക്കെ വിധത്തിൽ കൊടുക്കാം? ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈൻഡ് ആയിട്ട് കൊടുക്കാം. അതിന് നമ്മൾ സാധാരണ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാണ് വാല്യൂ ഫ്രണ്ട് ഫ്രീ അക്കോമഡേഷൻ. നമ്മൾ വാല്യൂ ഫ്രണ്ട് ഫ്രീ അക്കോമഡേഷൻ പെർക്വിസിറ്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. പെർക്വിസിറ്റ്സിനെ മൂന്നാക്കി മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. അതായത് എല്ലാ എംപ്ലോയീസിന്റെ ഇടയിൽ വരുന്ന ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയിട്ടുള്ളത്. ദെൻ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് പെർക്വിസിറ്റ്സ് ആണ് സാധാരണ വരുന്നത്. അപ്പോൾ വൺസ് മോർ, it means any emoluments or profit attached to an office or position in addition to salaries or wages. It is the value of any benefit or facility given by the employer. It may be given in cash or in kind. Example ആയിട്ട് the value of rent-free accommodation. Perquisites are mainly 3 types of perquisites: taxable in the case of all employees, perquisites taxable in the case of specified employees, tax free perquisites. അതായത് ടാക്സ് കൊടുക്കേണ്ട ആ പെർക്വിസിറ്റ്സിന് അങ്ങനെയുള്ള പെർക്വിസിറ്റ്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഗ്രാറ്റുവിറ്റി? എന്തിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്? അത് ഇത്തിരി 4 മാർക്കിനും കൂടി കണക്കാക്കിയിട്ട് പഠിച്ചു പോകുക. ഏത് വിധത്തിലും വേണമെങ്കിൽ അത് ക്വസ്റ്റ്യൻ വരാവുന്നതാണ് കേട്ടോ. ഗ്രാറ്റുവിറ്റി സെക്ഷൻ 10(10) പ്രകാരം, സബ്സെക്ഷൻ 10 പ്രകാരം. അപ്പൊ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം ഗ്രാറ്റുവിറ്റി ഈസ് എ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ബെനിഫിറ്റ് ആണ്? ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. നമ്മൾ ഇൻകംസ് റിസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ഐറ്റംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു ഐറ്റമാണ് ഗ്രാറ്റുവിറ്റി. അതുകൊണ്ടാണ് ഗ്രാറ്റുവിറ്റി ഈസ് എ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഗിവൺ ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയി. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഇൻ കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസസ്. അയാൾ മുൻപ് എന്തൊക്കെ സേവനങ്ങൾ, അതായത് ഇത്രയും വർഷം അയാൾ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്റ്റ് സർവീസിന് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ? ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഇനി നമ്മള് ഗ്രാറ്റുവിറ്റിയുടെ ട്രീറ്റ്മെന്റ് 2 വിധത്തിലാണ് അവിടെ വരുന്നത്. എംപ്ലോയീസിനെ 2ആക്കി തിരിക്കാം: ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. അതിൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റുവിറ്റി ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഫിഗർ ആണ്. അതേസമയം ഇൻ ദ കേസ് ഓഫ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് അതിന് വീണ്ടും 2ആക്കി ഡിവൈഡ് ചെയ്യാണ്. അതിൽ ഫസ്റ്റത്തെ കാറ്റഗറിയിൽ എംപ്ലോയീസ് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972.
സെക്കൻഡ് കാറ്റഗറിയിൽ എംപ്ലോയീസ് നോട്ട് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പൊ നമ്മൾ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുൾ എമൗണ്ടും എക്സംഷൻ കിട്ടില്ല. ഒരു ലീസ്റ്റ് 3 കണ്ടീഷൻസ് വെച്ചിട്ട് അതിൽ ലീസ്റ്റ് എമൗണ്ടിനാണ് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. അതിലെ 3 കണ്ടീഷൻസ് എന്ന് പറയുന്ന ലീസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ളത്, ദ ലീസ്റ്റ് എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ്. ഫസ്റ്റത്തെ കണ്ടീഷൻ 15 days salary ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. രണ്ടാമത്തെ ഫിക്സഡ് എമൗണ്ട് ആണ് 20 lakh. മൂന്നാമത്തെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. 3 കണ്ടീഷൻ പഠിച്ചിട്ട് അതിന്റെ ഫിഗേഴ്സ് എഴുതാം. അതിൽ ലീസ്റ്റ് ഫിഗർ ആണ് എക്സംഷൻ കിട്ടുക. ബാക്കി അവരെന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, ടാക്സബിൾ കൊടുക്കേണ്ടതായിട്ട് വരും. ടാക്സ് കൊടുക്കാനുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. അപ്പൊ അവിടെ 3 കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടീഷൻ എന്താണ്, 15 days salary ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. എങ്ങനെയാണ് നമ്മൾ 15 days salary കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ നമ്മളവിടെ വർക്കിംഗ് നോട്ടായിട്ട് എഴുതി വെക്കുക, 15 days salaries is equal to 15 divided by 26. അതായത് നോർമൽ വർക്കിംഗ് ഡേയ്സിന്റെ മന്ത് ആണ് 26 ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ 15 divided by 26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി. അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എത്രയാണ് സാലറി ഡ്രോൺ ചെയ്യുന്നത്, അതാണ് അവിടെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 15 days salary is equal to 15 divided by 26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി. ഇനി അവിടെ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോർ ദാൻ 6 months എല്ലാം നമ്മൾ 1 year ആയിട്ട് കണക്കാക്കും. അപ്പൊ 6 മാസത്തിലും കൂടുതൽ, ഇപ്പോൾ 27 വർഷവും 8 മാസം ഉണ്ടെങ്കിൽ അയാൾക്ക് അത് 28 വർഷമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും, കവേർഡ് ആണെങ്കിൽ. അപ്പൊ അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം, ഇൻ ദി കേസ് ഓഫ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസിൽ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ ലീസ്റ്റ് എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ്. 3 കണ്ടീഷൻസിൽ ഫസ്റ്റ് കണ്ടീഷൻ 15 days salary ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ 20 lakh. മൂന്നാമത്തെ കണ്ടീഷൻ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. സാലറീസ് ഇസ് ഈക്വൽ ടു 15 days salary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ 15 divided by 26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി. മോർ ദാൻ 6 months ട്രീറ്റ് ചെയ്യുന്നത് 1 year ആയിട്ടാണ്. ഇനി സാലറി എന്ന് പറയുമ്പോൾ അതും കാണാതെ പഠിക്കണം. ഇവിടെ 15 days സാലറി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ, സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ബേസിക് സാലറി പ്ലസ് എനി DA. അതായത് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലോ, വെദർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് സാധനം നമുക്ക് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ തരും. അങ്ങനെ തന്നാലും തന്നില്ലെങ്കിലും DAയും കൂടി എടുക്കാമെന്ന്. അപ്പൊ ബേസിക് പേ പ്ലസ് D ആണ് കവേർഡില് നമ്മൾ സാലറി ആക്കി എടുക്കേണ്ടത്. അപ്പൊ സാലറീസ് ഇസ് ഈക്വൽ ടു ഇൻ ദി കേസ് ഓഫ് എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ബേസിക് പേ പ്ലസ് അല്ലെങ്കിൽ ബേസിക് സാലറി പ്ലസ് എനി DA എന്തായാലും വെദർ ഓർ നോട്ട് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. അടുത്ത സെക്ഷനിൽ നമ്മൾ 2 വിഭാഗമായിട്ട് തിരിക്കണമെന്ന് പറഞ്ഞു. അടുത്തത് ദ എംപ്ലോയീസ് നോട്ട് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അതിലും ഇതുപോലെ 3 കണ്ടീഷൻസ് തന്നിട്ട് ലീസ്റ്റ് എമൗണ്ട് ആണ് നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ട് എടുക്കുക. ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യാം. 3 കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷനും മൂന്നാമത്തെ കണ്ടീഷനും സെയിം തന്നെ. ഒന്നാമത്തെ കണ്ടീഷൻ എഴുതുമ്പോൾ നമ്മളവിടെ 15 daysന് പകരം ഹാഫ് മന്ത്സ് സാലറി ആണ് എടുക്കേണ്ടത്. അവിടെ ഹാഫ് മന്ത്സ് സാലറി എന്ന് പറഞ്ഞാൽ ആവറേജ് സാലറിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള 10 മാസത്തെ സാലറി എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹാഫ് മന്ത്സ് ആവറേജ് സാലറി. ആവറേജ് സാലറി ഇസ് ഈക്വൽ ടു 10 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ മന്ത് ഓഫ് റിട്ടയർമെന്റ്. അതിന്റെ ആവറേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടെ ദെൻ മൾട്ടിപ്ലൈഡ് ബൈ ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇയർ ഓഫ് സർവീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോർ ദാൻ 6 months ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് 1 year. നോട്ട് കവേർഡ് എന്നാണ് അവിടെ പറഞ്ഞത്. അത് വെച്ച് ഓർത്താൽ മതി. അതായത് 6 മാസത്തിലും കൂടുതലുള്ളതൊന്നും നമ്മൾ 1 year ആയിട്ട് അവിടെ എടുക്കാനായിട്ട് പാടില്ല. ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യും വേണം. അതായത് പിന്നെ അതുപോലെ തന്നെ മോർ ദാൻ 6 months 1 year ആയിട്ട് എടുക്കാനും പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനെ പറ്റി പഠിക്കുക. ഇനി അവിടുത്തെ സാലറി, രണ്ടിലും സാലറി വ്യത്യാസമുണ്ട് കേട്ടോ. അവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് തന്നാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ അങ്ങനെ തന്നാലേ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ അത് രണ്ടും ശ്രദ്ധിക്കുക. അപ്പൊ ഗ്രാറ്റുവിറ്റി അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറീസ് ഇസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതുപോലെ തന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കാം. അടുത്ത വീഡിയോ അടുത്ത ദിവസം ഇടുന്നതാണ് കേട്ടോ. ഓക്കെ.